എല്ലാവർക്കും നമസ്കാരം. സോ ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ നമുക്ക് മന്ത്ലി പാസീവ് ഇൻകം നേടാൻ കഴിയുമോ? പാസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ എഫേർട്സ്, ഫിസിക്കൽ എഫേർട്സ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ മറ്റ് ജോലികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളൊരു ഓപ്ഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട്, സെല്ലിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് നമ്മളതിനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു മാസത്തെ സ്ട്രാറ്റജി നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് നമുക്ക് മന്ത്ലി സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസണബിളായിട്ടുള്ള നമുക്ക് പ്രോഫിറ്റ് നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, സോ മന്ത്ലി ഇൻകം തീർച്ചയായിട്ടും പ്രോബബിലിറ്റി കൂടുതലാണ് ഓപ്ഷൻ സെല്ലിംഗ്, പക്ഷേ നോട്ട് ഫോർ നേക്കഡ് സെല്ലിംഗ്. നിങ്ങൾ ATM സ്ട്രൈക്ക് ഓപ്ഷൻ ചെയിനിനെ പറ്റി നന്നായിട്ട് അറിയാം. ഈ അത്യാവശ്യം ഓപ്ഷൻസിനെ പറ്റി അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. എനിക്കിനി ഓപ്ഷൻസ് എന്തെന്നൊക്കെ ഞാൻ പഠിപ്പിക്കാൻ ഇതിലുദ്ദേശിക്കുന്നില്ല. അത് നമ്മൾ ഒത്തിരി വീഡിയോസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ, ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നെറ്റ് ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബൈയിങ്ങിൽ നമ്മൾക്ക് ഹൈ റിസ്ക് ആണ്, റിവാർഡ് നമുക്ക് അതേമാതിരി ഹൈ റിവാർഡുമാണ്, ഹൈ റിസ്ക്കുമാണ്, ഹൈ റിവാർഡുമാണ്. പക്ഷേ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രീമിയത്തെ നമ്മൾക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഓപ്ഷൻ സെല്ലിംഗ്, ഇപ്പോൾ 100 റുപ്പീസ് പ്രീമിയം ഉണ്ടെങ്കിൽ അത് 100-ൽ നിന്നും കുറഞ്ഞ് 0 ആകുന്നതോ, എത്ര കുറയുന്നുവോ അത്രയും നമ്മളുടെ മൾട്ടിപ്ലൈഡ് ബൈ ആ ഒരു ഓപ്ഷൻ്റെ ലോട്ട് സൈസ് എത്രയാണോ മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് എമൗണ്ട്. ഇപ്പോൾ നിഫ്റ്റി ആണെന്ന് വെച്ചോളൂ. നിഫ്റ്റി നിങ്ങളുടെ ഒരു സെല്ലിംഗ് നിങ്ങൾ ചെയ്യുവാണ്. അപ്പോൾ സെല്ലിങ്ങിൽ നിങ്ങൾക്ക് 150 റുപ്പീസാണ് അതിൻ്റെ പ്രീമിയം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് വെച്ചോളൂ സെല്ല് ചെയ്യുമ്പോൾ. അപ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 65 എത്രയാണോ അതായിരിക്കും നമ്മളുടെ മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ ഒരു ലെഗ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കാം? ഏത് നിമിഷം വേണമെങ്കിലും ഇൻഡെക്സസിലൊക്കെ എന്താ സംഭവിക്കുക? ഹൈ ആയിട്ട് വോളറ്റിലിറ്റി കൂടുതലായിരിക്കും, ഹൈ റിസ്ക് ഓഫ് അപ്സൈഡ് ഓർ ഡൗൺ സൈഡ് റാലി എപ്പോൾ വേണേലും സംഭവിക്കാം. സോ അങ്ങനെ വരുമ്പോൾ ഈവൻ സെല്ലിങ്ങിലാണെങ്കിൽ പോലും നമ്മൾക്ക് നിങ്ങൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്താൽ പോലും വളരെ കെയർഫുള്ളായിട്ട് അതൊരു പാസീവ് ഇൻകം മെത്തേഡിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് റിസ്ക് കൂടുതലാണ്. പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മന്ത്ലി കുറച്ച് ടെക്നിക്കൽ അനാലിസിസ് അറിയാം, അത്യാവശ്യം ഫണ്ടമെൻ്റൽ അനാലിസിസും അറിയാമെന്ന് വെച്ചോളൂ. ഇല്ല, ടെക്നിക്കൽ മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. എങ്ങനെ എളുപ്പം എന്നല്ല, ഒരു മെത്തേഡ്. ഇത് തന്നെ 100% ഇതാണ് ശരിയെന്നൊന്നും വാദിക്കാൻ ഞാൻ ആളല്ല. ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നിട്ട് നമുക്ക് അതിലൂടെ നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻ സ്ട്രാറ്റജീസ്, അതായത് സെല്ലിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ ഷോർട്ട് സ്ട്രാഡിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ചെയ്യുക? ഷോർട്ട് സ്ട്രാങ്കിൾ യൂസ് ചെയ്യാം. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ നിന്നും കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഷോർട്ട് സ്ട്രാഡിലിന് നമ്മൾ 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? അത് അയൺ ബട്ടർഫ്ലൈ എന്നുള്ള വേറൊരു സ്ട്രാറ്റജി ആയിട്ട് മാറും. ഇനി ഷോർട്ട് സ്ട്രാങ്കിളിനെ നിങ്ങൾ 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? അയൺ കോണ്ടർ എന്ന് പറഞ്ഞ വേറൊരു സ്ട്രാറ്റജി ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. പക്ഷെ ബെറ്റർ നിങ്ങളുടെ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് പ്ലസ് ഫണ്ടമെൻ്റൽ അനാലിസിസും കൂടി ആണെങ്കിൽ 100% നിങ്ങൾക്ക് മന്ത്ലി ഓരോ ഫസ്റ്റ് ഓഫ് ദാറ്റ് വീക്ക്, ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നിങ്ങൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങളുടെ സിസ്റ്റത്തിലെ ഈവനിങ് ടൈമിൽ, മാർക്കറ്റ് ടൈമിലല്ല, ഈവനിങ് ടൈമിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള 1, 2, 3, 4, 5 നിങ്ങളുടെ ഡിപ്പെൻഡ്സ് അപ്പോൺ ക്യാപിറ്റൽ. ബിക്കോസ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും. നമുക്ക് മിനിമം 2 lakhs എങ്കിലും നമുക്ക് ഒരു ലെഗ് ഡിപ്ലോയ് ചെയ്യാൻ വേണം. അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് പ്ലസ് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഉൾപ്പെടെയാണ് ഞാൻ ഈ പറയുന്നത്. മിനിമം നമുക്ക് അത്രയും വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണ്ടി വരുമോ അത്രയും നിങ്ങളുടെ ക്യാപിറ്റൽ എത്ര ഉണ്ടെന്ന് അനുസരിച്ചിട്ട് നിങ്ങൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മോഡിറ്റീസ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിപ്ലോയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ പാട്ടിന് നമുക്ക് വേറെ ഒരു ജോലിയില്ല. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ വർക്കിംഗ് ടൈമിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ധനിൻ്റെ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനൊന്ന് ഫോളോ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഫോളോ ചെയ്യാം. അത് തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ അത് നല്ല റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. റീസണബിൾ റിട്ടേൺ നമുക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. അപ്പോഴും ഞാൻ പറയുന്നു, ഒന്നും 100% ഗ്യാരണ്ടി എന്ന് പറയുന്ന സാധനം ഷെയർ മാർക്കറ്റിൽ ഇല്ല. പക്ഷേ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ സ്റ്റഡീസ് അനാലിസിസ് നടത്താൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് നമ്മൾക്ക് കൂടുതലായിരിക്കും. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിലേക്ക് പോകാം. അവിടെ നിന്ന് നമുക്ക് എക്സ്പ്ലനേഷൻസ് ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് എന്താണ് നിങ്ങൾക്ക് ആ മെത്തഡോളജി ഫോളോ ചെയ്യാൻ പറ്റുകയെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ബിഫോർ ദാറ്റ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് ഫോളോ ചെയ്യാത്തവരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, വരും ദിവസങ്ങളിൽ നല്ല 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 ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഏർലിയർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. നോക്കൂ, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്? കൃത്യമായിട്ടും നിങ്ങൾക്ക് ലൈവ് പ്രൂഫാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന കമോഡിറ്റിയിൽ ഒരു മന്ത്ലി സ്ട്രാറ്റജി ബിൽഡ് ചെയ്തതാണ്. എപ്പോഴാണ് ബിൽഡ് ചെയ്തത്? കറക്റ്റായിട്ട് ഇതിപ്പോൾ ഏത് സ്ട്രാറ്റജിയാണ്? 24th ജൂലൈയിൽ എക്സ്പയർ ആകാൻ പോകുന്ന സ്ട്രാറ്റജിയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നല്ല ശ്രദ്ധിച്ചാൽ അറിയാം. അത് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. 24th നാച്ചുറൽ ഗ്യാസ് 24th ജൂലൈ കോൾ സൈഡിൽ 335 കോളും 275 പുട്ടിനെയും എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ നോക്കൂ, റെഡ് കളർ എസ് എന്ന് കാണാം. അതിനർത്ഥം എന്താണ്? സെല്ല് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. കണ്ടോ? ക്ലിയർ. ഇത് എന്നാ ചെയ്തത്? ഇത് ഇന്ന് ചെയ്തതല്ല. ഇന്ന് ഈ പ്രോഫിറ്റ് നേടിയതും ഇന്നല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിപ്പോൾ ജൂലൈ 9th ആയി. ഓൾമോസ്റ്റ് ഇനി ഒരു 10 to 14 ഡേയ്സ് തന്നെ ഉള്ളൂ ഇനി ഇത് എക്സ്പയർ ആകാൻ. പക്ഷേ ഇത് എക്സ്പയറി 24th ആയതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ജൂണിലും ഇതിൻ്റെ എക്സ്പയറി എന്നായിരുന്നു. കമോഡിറ്റീസ് എപ്പോഴും മന്ത് എൻഡിലല്ല എക്സ്പയറി വരിക, മന്തിൻ്റെ മിഡ് ആ റേഞ്ച് അല്ലെങ്കിൽ അവസാന ഒരാഴ്ചയ്ക്ക് മുന്നേ ആയിരിക്കും എക്സ്പയറി വരിക കമോഡിറ്റീസ്. കഴിഞ്ഞ ജൂൺ 26th സംതിങ് ഒക്കെയാണ് ഇത് കഴിഞ്ഞ എക്സ്പയറി കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്തൊരു സ്ട്രാറ്റജിയാണ്. ഇതിൻ്റെ പേര് എന്താ നോക്കൂ, 2 ഡിഫറെൻറ്റ് ലെഗുകളാണ്. കണ്ടോ? ലെഗ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രൈക്സ്. ഡിഫറെൻറ്റ് സ്ട്രൈക്സ് നമ്മൾ എടുത്തിരുന്നു, അത് സെല്ല് ചെയ്തിരുന്നു. അന്ന് മുതൽ എന്താ സംഭവിച്ചത്? ആ സമയത്ത് സെല്ല് ചെയ്തപ്പോൾ ഉണ്ടായ പ്രീമിയം നോക്കൂ. കോൾ സൈഡിൻ്റെ പ്രീമിയം 3 രൂപ 65 പൈസ, പുട്ട് സൈഡിൻ്റെ പ്രീമിയം 2 രൂപ 85 പൈസയായിരുന്നു. നല്ല ശ്രദ്ധിക്കുക. ഇത് രണ്ടിൻ്റെയും അത് സെല്ലേഴ്സിന് എന്താ ബെനിഫിറ്റ് വരേണ്ടത്? സെല്ലേഴ്സിന് പ്രൈസ് കുറഞ്ഞ് വരുമ്പോഴാണ് പ്രൈസ് നമുക്ക് പ്രോഫിറ്റിലേക്ക് വരിക. ഈ 2 ലെഗും ഇപ്പോൾ ഒരു ലെഗ് ഇപ്പോഴും സ്റ്റിൽ എന്താ പറയുക, കുറയല്ല, കൂടുകയാണ് ചെയ്തത്. പക്ഷേ ഇനിയൊരു ലെഗ് നോക്കൂ, 2 രൂപ 85 പൈസയിൽ നിന്നും 1 രൂപ 40 പൈസയിലേക്ക് കുറഞ്ഞു. അത് ശ്രദ്ധ. ഇപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ മൈനസ് കണ്ടത് ഇപ്പോൾ അതാ നോക്കൂ, അത് 0യിൽ വന്നു. കാരണം വീണ്ടും അത് ഈക്വലായി. സോ ഇനിയും സമയം ചെല്ലും തോറും ഓപ്ഷൻ്റെ സെല്ലിങ്ങിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആരാണ്? തീറ്റ ഡി കെയിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? നമുക്ക് ടൈം ഡി കെ ലഭിക്കുമ്പോൾ നമുക്ക് പ്രീമിയത്തിൻ്റെ ലെവൽ, പ്രൈസ് എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ, അപ്പ് സൈഡ് പോകാം, ഡൗൺ സൈഡ് പോകാം, ഇങ്ങോട്ടേക്ക് പോയാലും ആ സമയത്ത് നമ്മുടെ എക്സ്പയറിക്ക് മുന്നോടിയായിട്ട് പലപ്പോഴും പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എന്ത് സംഭവിക്കുക? മെല്ലെ തീറ്റ ഡി കെയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അത് കാരണം നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും. ഇപ്പോൾ തന്നെ നോക്കൂ, ഇതിന് അറൗണ്ട് 7,250 റുപ്പീസ് പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നു. ഇനിയും എത്ര വരെ സാധ്യതയുണ്ട്? അതാണ് ഇനി ആക്ച്വലി ഇത് 4 ലോട്ടാണ്. ഒരു ലോട്ടല്ല, 4 ലോട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ 4 ലോട്ടാണെങ്കിൽ ഈ കോൾ സൈഡ് അതേമാതിരി 1 രൂപ പോലും കുറഞ്ഞിട്ടില്ല. 360 ഇതിനി ഈ 65 റുപ്പീസ് വിടും. ഇപ്പോൾ 65 പൈസ വിട്ടിട്ട് ഇനി 3 രൂപ കുറയുവാണെങ്കിൽ ഒരു ലോട്ട് 1250 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 1250 ക്വാണ്ടിറ്റി ഇൻറ്റു 3 നമുക്ക് എത്ര? ഇത് 3 രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണ് 3 വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര വരണം?
കോളിൽ മാത്രം നമുക്ക് ഇനി എത്ര കിട്ടാനുണ്ട്? നമുക്ക് ഓൾമോസ്റ്റ് 4 അല്ലേ, 1250 ഇൻറ്റു 4 വരുമ്പോൾ 5000 രൂപ നമുക്ക് ഇനിയും ഈ എക്സ്പയറിയോട് അടുക്കുമ്പോൾ ഇനി ഇത് ഏതാണ്ട് 5000 പ്ലസ് നമുക്ക് കോൾ സൈഡിൽ വരാൻ സാധ്യതയുണ്ട്. പുട്ട് സൈഡിൽ നോക്കൂ, ഓൾറെഡി 2.85 ഉണ്ടായിരുന്നതിൽ 1.35 കുറഞ്ഞിട്ടുണ്ട്. 2.85 നിന്നും 1.35 വരുമ്പോൾ 1 രൂപ 50 പൈസ കുറഞ്ഞപ്പോൾ 1.5 ഇൻറ്റു എത്രയാണ്? 1250 എത്രയാ? ഇൻറ്റു 4 നോക്കൂ, 7500. കണ്ടോ, 7500 പ്രോഫിറ്റ്. 1 രൂപ 50 പൈസ കുറഞ്ഞപ്പോൾ തന്നെ നമുക്ക് 7000, കാരണം 4 ലോട്ട് ആയതുകൊണ്ട്. അത് 1 ലോട്ട് ആയിരുന്നെങ്കിൽ ഡിവൈഡഡ് ബൈ 7500 ഡിവൈഡഡ് ബൈ 4 എത്ര വരിക? നമ്മൾ 4 ലോട്ടല്ലേ, ഡിവൈഡഡ് ബൈ 4 വരികയാണെങ്കിൽ ഇത്രയും വരും. സോറി, ഇനി ഇത് 3 ആണെങ്കിൽ നമുക്ക് എത്ര വരിക? 1250 ഇൻറ്റു 3 ഇൻറ്റു 4 ലോട്ട്. സോറി, ഇത് 15000 രൂപ വരണം. സോറി, ഞാൻ 5000 അല്ല പറയും, 15000. കാരണം 1 ലോട്ടിനാണ് നമുക്ക് 5000 രൂപ. അങ്ങനെ 3 ലോട്ടും കൂടെ ചേർത്ത് 4 ലോട്ട് വരുമ്പോൾ നമുക്ക് എത്ര വരണം? നമുക്ക് 15000 രൂപ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൽ നിന്ന് മാത്രം ഇനി ഒരു 15000 രൂപയോളം നമുക്ക് താഴ്ന്ന് കിട്ടാൻ ഇതുണ്ട്. ഓവറോൾ അപ്പോൾ ഇനി എത്ര വരണം? ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 പ്ലസ് 2.5 ഒരു ആവറേജ് നോക്കിയാൽ 5.5 ഇൻറ്റു 1250 ഇൻറ്റു 4. ഓവറോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്ത് 4 ലോട്ട് ആയതുകൊണ്ട് ഇത് ബിൽഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാക്സിമം എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് അറ്റ് ദി എക്സ്പയറി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? 27500 രൂപ അപ്രോക്സിമേറ്റ്ലി പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഹാർഡ്ലി ഒരു 5 to 10 days ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് പോകും തോറും, എക്സ്പയറിയോട് അടുക്കും തോറും ഈ ഡിക്കേഡ് അളവ് വളരെ ഫാസ്റ്റ് ആവുകയും ഈ പറയുന്ന 27,500 എന്ന് പറയുന്നത് പോലെയല്ല, ചിലപ്പോൾ അത് 20,000 വരാം. എത്ര വന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ടോട്ടൽ റിക്വയർഡ് ക്യാപിറ്റൽ ഇതിന് ഒരു ലോട്ട് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ലോട്ട് സൈസും കാര്യങ്ങളും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. അതിന് നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് നോക്കൂ. ഇപ്പം നിങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിലേക്ക് പോവാം. ഒരു സ്റ്റോക്കിലേക്ക് പോയിട്ട് ഇപ്പോൾ ഇതേ കമ്മോഡിറ്റി തന്നെ പോകണമെങ്കിൽ നിങ്ങളിപ്പോൾ കമ്മോഡിറ്റിയിലാണ് നിങ്ങൾ നോക്കുന്നതെന്ന് വെച്ചോളൂ. നമുക്ക് ബിൽഡ് സ്ട്രാറ്റജി നമ്മൾ എന്ത് വേണം? ധന്നിൻ്റെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. ധന്നിൻ്റെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് സ്ട്രാറ്റജി ബിൽഡർ, ഹോം കാണാം, സ്ട്രാറ്റജി ബിൽഡർ കാണാം. നിങ്ങൾ സ്ട്രാറ്റജി ബിൽഡർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ കണ്ടത് പരിശോധിച്ച് ചെയ്താൽ നാച്ചുറൽ ഗ്യാസ് ആണ്. അതേ നാച്ചുറൽ ഗ്യാസിന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. നാച്ചുറൽ ഗ്യാസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇത് ഏത് സ്ട്രാറ്റജിയാണ് ബിൽഡ് ചെയ്തതെന്ന് അറിയാവോ? ഈ കാണുന്ന സ്ട്രാറ്റജി ഇത് ഏതാണെന്നറിയോ? ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷോർട്ട് സ്ട്രാങ്കിൾ സ്ട്രാറ്റജിയാണ്. സ്ട്രാഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ATM നിന്നുള്ള കോൾ സൈഡിനെയും പുട്ടിനെയും സെല്ല് ചെയ്താൽ നമ്മൾ സ്ട്രാഡൽ സ്ട്രാറ്റജി ഫോം ചെയ്യാം. സ്ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട് ഓഫ് ദ മണിയിൽ ചെയ്യാം, ഇൻ ദ മണിയിലും ചെയ്യാം. പക്ഷേ മോസ്റ്റ്ലി ഔട്ട് ഓഫ് ദ മണി ലെഗ്, പുട്ട് സൈഡിലും കോൾ സൈഡിലും ഓരോ ലെഗ് നമ്മൾ സെല്ല് ചെയ്യുന്നതിന് നമുക്ക് സ്ട്രാങ്കിൾ സ്ട്രാറ്റജി എന്ന് പറയാം. ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ല്. ഇതേ തന്നെ ലോങ് സ്ട്രാങ്കിളും ലോങ് സ്ട്രാഡിലും ഉണ്ട്. ലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേ പ്രോസസ്സ് തന്നെ, പക്ഷേ അവിടെ സെല്ലിങ്ങിന് വരെ നമ്മൾ ബയ്യിങ് ചെയ്താലുള്ള കാര്യത്തെയാണ് ലോങ് വരിക. ഓൾവേസ് ഏത് സ്ട്രാറ്റജിയുടെ സ്റ്റാർട്ടിങ്ങിലും ലോങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ബയ്യിങ് സ്ട്രാറ്റജി ആണെന്നും ഷോർട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സെല്ലിംഗ് സ്ട്രാറ്റജി ആണെന്നും മനസ്സിലാക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജി വെച്ച് നോക്കുക. ഇതാ നോക്കൂ, ഇവിടെ തന്നെ നോക്കൂ. നാച്ചുറൽ ഗ്യാസിന് പോപ്പുലർ സ്ട്രാറ്റജീസ് നോക്കിയിട്ട് നോൺ ഡയറക്ഷണൽ, ഇത് എങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോയാലും ഇങ്ങോട്ടേക്ക് പോയാലും എനിക്ക് അങ്ങോട്ടേക്ക് പോയി ഇങ്ങോട്ട് വീണ്ടും വന്നും ഇരിക്കുകയും വേണം. എന്നാൽ മന്ത് എൻഡോടുകൂടി എനിക്ക് റീസണബിളി ഒരു പാസീവ് ഇൻകം, എനിക്ക് വേറെ ഒരു ജോലിയില്ല. ഞാൻ നോക്കൂ, ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു, ഒരു 10 ദിവസം മുന്നേ ബിൽഡ് ചെയ്തതാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, 10 days മുന്നേ ബിൽഡ് ചെയ്തതാണ്. അതിനുശേഷം ഒരു ജോലിയുമില്ല, ജസ്റ്റ് ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതൊന്ന് ഫോളോ ചെയ്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം എന്താണ്? അപ്പോൾ ഒറ്റ ട്രേഡ്, നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം കുറയുന്നു. നമുക്ക് പിന്നെ 24/7 അല്ലെങ്കിൽ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് വൈകുന്നേരം വരെ ഇങ്ങനെ എന്താ പറയുക, കെയർഫുള്ളായിട്ട് എന്താ സംഭവിക്കുന്നതെന്നൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇത്തരം രീതിയിൽ പണം സമ്പാദിക്കുന്നതിനാണ് ഇപ്പോൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇവിടെ ഇപ്പോൾ സ്ട്രാങ്കിളിൽ തന്നെ ഇപ്പോൾ നോൺ ഡയറക്ഷണൽ, ഏത് ഡയറക്ഷണലിൽ പോയാലും നമുക്ക്
പ്രോഫിറ്റ് എടുക്കുക. നമുക്ക് ഷോർട്ട് സ്ട്രാഡിൽ ഇതൊരു മെത്തേഡാണ്. ഇതിലിപ്പോൾ ഇനിയിപ്പോൾ ലെഫ്റ്റ് നിൽക്കുന്നത് ഒരു ഇതാണ് നോക്കൂ, കോൾ സൈഡിൽ 305ൻ്റെയും പുട്ട് സൈഡിൽ 300. എന്താണ് സ്ട്രാഡിൽ തൊട്ടിൽ പോലെ അതിൻ്റെ അപ്പെക്സ് പോയിന്റ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്നും, അതായത് ഇതിൻ്റെ പേ ഓഫ് ഗ്രാഫ് കാണണമെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇത് സ്ട്രാഡിലാണെങ്കിൽ എക്സാമ്പിൾ നോക്കൂ, ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം 305 കോൾ സൈഡിൻ്റെ 305 പുട്ട് സൈഡിൻ്റെ 305 രണ്ടും സെയിം ATM സ്ട്രൈക്ക്. ഇപ്പോൾ പ്രൈസ് നിൽക്കും 309. ഇത് ഈ ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ സെയിം സ്ട്രൈക്കിനെ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്നത് ഷോർട്ട് സ്ട്രാഡിലാണെങ്കിൽ പോലും ഇനിയും നമുക്ക് എന്ത് സംഭവിക്കാം, ഇതിലിപ്പോൾ നോക്കൂ 30,000 വരെ നമുക്ക് ഇനിയും വരാൻ പോകുന്ന 14 ദിവസമേ ഉള്ളൂ ഇനി എക്സ്പയറിക്ക്. ഇനിയും ഈ ഒരു സ്ട്രാഡിൽ ബിൽഡ് ചെയ്താൽ പ്രൈസ് ഇനി മുകളിലേക്ക് പോയി വീണ്ടും തിരിച്ച് താഴ്പോട്ടേക്ക് ഈ ഒരു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോവുകയാണെങ്കിൽ നമുക്ക് ഇതേ സ്ട്രാറ്റജി ഇതിനുള്ളിൽ എവിടെയെങ്കിലും എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റീസണബിളി ഏറ്റവും കറക്റ്റായിട്ട് ഇവിടെ തന്നെ എക്സ്പയർ ആവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ആയിട്ടുള്ള 30,000 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി കുറച്ച് ഇങ്ങോട്ടേക്കോ വരികയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റിൻ്റെ അളവ് കുറയും. പക്ഷെ നമുക്ക് നമ്മുടെ റേഞ്ച് നോക്കൂ, ഏതുവരെ ഈ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന പ്രൈസ് ഇവിടെയാണ്. ഇതിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ഇനി 6% മുകളിലേക്കോ അതോ 8-9% വരെ താഴ്പോട്ടേക്കോ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിനുള്ളിൽ എവിടെ എക്സ്പയർ ആയാലും വരുന്ന 14 ദിവസത്തിനുള്ളിൽ എവിടെ എക്സ്പയർ ആയാലും നമുക്ക് പ്രോഫിറ്റിൽ നമ്മൾ എൻഡപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. ഇനി കറക്റ്റായിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ എക്സ്പയർ ആയാലോ നമുക്ക് അറൗണ്ട് 30,000 റേഞ്ച് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് രണ്ടും 0 ആകുന്ന പോയിന്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആവുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രോഫിറ്റ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് കോൾഡ്, ഇതിൻ്റെ കോസ്റ്റ് നോക്കൂ, 1,39,000 രൂപ നമുക്ക് റിക്വയർഡ് ക്യാപിറ്റൽ വേണം. എത്രയാണ്? 1,39,000. ഓക്കെ, ഇപ്പോൾ ഈ നമ്മുടെ അവൈലബിൾ എത്രയാണ്? 328 അവൈലബിൾ ഉണ്ട്. സോ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അതിനെന്താ വേണ്ടത്, നമ്മൾ ഇപ്പോൾ നാച്ചുറൽ ഗ്യാസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കേണ്ടത് സ്റ്റോക്ക് വൈസിൽ നോക്കുക. മാർക്കറ്റ് മൂവേഴ്സ്. ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് എടുത്തു. ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, ഓപ്ഷൻസ് നമ്മൾ സ്ട്രാറ്റജീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡെറിവേറ്റീവ്സിലുള്ള സ്റ്റോക്സ് ആയിരിക്കണം. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് ഓൾറെഡി ഡെറിവേറ്റീവ്സിലുള്ള സ്റ്റോക്കാണ്. അതിൻ്റെ ആദ്യം നമ്മൾ ചാർട്ടിലേക്ക് പോവുക, ധനിൻ്റെ ചാർട്ടിലേക്ക് പോയിട്ട് എക്സാമ്പിളാണ് ഞാനൊരു നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് BPL എടുക്കാം. BPCL, ഭാരത് പെട്രോളിയം ലിമിറ്റഡ്. BPCL എന്തായാലും നമ്മുടെ ഓപ്ഷൻസിലുള്ളതാണ്. നമ്മൾ എന്താ പറഞ്ഞത്, നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതായത് സ്ട്രാഡിലോ സ്ട്രാങ്കിളോ ഒന്ന് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ എങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് ഒരു മന്ത് ഫുള്ളായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട എന്താണ്, വെരി ബിഗ് മൂവ്മെൻറ്റ് അപ്പ് സൈഡോ വെരി ബിഗ് മൂവ്മെൻറ്റ് ഡൗൺ സൈഡോ പോയി കഴിഞ്ഞാൽ സ്ട്രാറ്റജീസ് വർക്കാവില്ല. സ്ട്രാറ്റജീസ് നമുക്ക് ലോസിലേക്ക് അവസാനിക്കാനുള്ള സാധ്യതയുണ്ടാകും. പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സൈഡ് വേസിൽ പോകാൻ സാധ്യതയുണ്ടോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. നമ്മൾ ഒരു സ്റ്റോക്കിനെ നിങ്ങൾ ഫണ്ടമെൻ്റലും നോക്കുന്നില്ല, ടെക്നിക്കലും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ സൈഡ് വേസിൽ പ്രൈസ് പോകുന്ന ഒരു സ്റ്റോക്ക് ഒരു മാസം മുഴുവനായിട്ടും അത് സൈഡ് വേസിൽ പോകുന്നുണ്ടോ എന്ന് നോക്കണം. അതെങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ആദ്യം ഇതിൻ്റെ നമുക്ക് സ്ട്രാറ്റജി ബിൽഡറിൽ പോയിട്ട് നോക്കൂ, ഭാരത് പെട്രോളിയം ഉണ്ട്, കണ്ടോ. നമ്മൾ അതേ ഭാരത് പെട്രോളിയത്തിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ടൈം ഫ്രെയിം 1 മന്ത് ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുക. 1M എന്ന് കൊടുത്തിട്ട് നിങ്ങൾ അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ടൈം ഫ്രെയിം കിട്ടും. ഇത് ഓരോ ക്യാൻഡിലും എന്താണ്, ഓരോ മാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ മാസത്തെ ആവറേജ് റേഞ്ച്, അതിൻ്റെ ആവറേജ് അപ്പ് ആൻഡ് ഡൗണും കൂടെ ചേർത്ത് ടോട്ടലി എത്രത്തോളം അത് സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ATR എന്ന് പറയും, ആവറേജ് ട്രൂ റേഞ്ച്. ഇനി അത് കണ്ടെത്താനുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട, നിങ്ങൾ നേക്കഡ് ഐസ് കൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. ചുമ്മാ ജസ്റ്റ് സിംഗിൾ ഇതിപ്പോൾ കറണ്ട് മന്ത് നോക്കൂ. കറണ്ട് മന്ത് ടോട്ടലി അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് അതിൻ്റെ
ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് വെറും 1.17% ആണ് അത് ടോട്ടലി ഇതുവരെയുള്ള ദിവസം ഈ മന്ത് തുടങ്ങി ഇതുവരെ അത് 1.19%-ലാണ് നിൽക്കുന്നത്. പക്ഷേ ആക്ച്വലി എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വലുതാക്കി ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഇത് താഴെ വന്നതും മേളിലേക്ക് പോയതുമായിട്ട് ടോട്ടൽ മൊത്തം 5.6% അപ്പ് ആൻഡ് ഡൗണും കൂടെ ചേർത്ത് മുകളിലും പോയി താഴെയും പോയി ഇപ്പം നിൽക്കുന്നതാണ് 1.9%. ബട്ട് ടോട്ടലി ഈ മാസം തുടക്കം മുതൽ ഇതുവരെ ഇത് ഇത്രയും പെർസെൻറ്റേജ് മൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നത്തെ മാസം ഏതാണ്ട് 12% അപ്പ് ആൻഡ് ഡൗൺ പോയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ക്ലോസ് ചെയ്തത് മിഡിലാണ്, വെറും 1.8%-ലാണ് ക്ലോസ് ചെയ്തത്. പോയത് അതുവരെ പോയി ഇതുവരെ വന്നു, വീണ്ടും അങ്ങോട്ടേക്ക് പോയി, വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു, നടുവിൽ ക്ലോസ് ആയി. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം മൂവ്മെൻറ്റ് കൊടുക്കുന്ന മാസങ്ങളിൽ സ്ട്രാങ്കിൾ സ്ട്രാറ്റജിയോ സ്ട്രാഡിലാണെങ്കിൽ പോലും ഒരു സൈഡിൽ താഴോട്ട് പോവും, തിരിച്ച് കയറും, വീണ്ടും അടുത്ത സൈഡിൽ താഴോട്ട് പോവും, വീണ്ടും തിരിച്ച് കയറി ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എവിടെ നമ്മൾ ആ ഒരു ഇത് എടുക്കുന്നുവോ, സ്ട്രാറ്റജി എടുക്കുന്നുവോ അവിടെ വന്ന് ഇത് അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേമാതിരി തൊട്ട് മുന്നേ മാസവും അതേമാതിരി ഓൾമോസ്റ്റ് എത്രയാണ് കൊടുത്തേക്കുന്നത്, അറൗണ്ട് 13 to 15% അപ്പ് ആൻഡ് ഡൗൺ. 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% ഒരു ഡയറക്ഷനില്ല, മുകളിലും പോയി താഴ്പോട്ടേക്കും പോയി, പിന്നെ നടുവിൽ വന്ന് ക്ലോസ് ആയി. പ്രശ്നമില്ല. അതേമാതിരി ഇപ്പം ആകെ ഏത് മാസമാണ്, മാർച്ച് മാസത്തിൽ മാത്രമാണ് ഹ്യൂജായിട്ട് 27% ഒരേ ഡയറക്ഷൻ പിടിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റോക്കിനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ മാസങ്ങളിൽ നിന്നും ആവറേജ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാം സിമിലർ ആവറേജ് റേഞ്ചസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പർട്ടിക്കുലർ മന്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് അത് ഒരേ റേഞ്ചിൽ തന്നെയാണ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നിൽക്കുന്നത്. സോ ഇത്തരം സ്റ്റോക്സിന് നമുക്ക് എന്തിലേക്ക് കൊണ്ടുപോകാം, നമുക്ക് ഒരിക്കലും ഡയറക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങോട്ടേക്ക് വേണമെങ്കിലും പോവാം. പക്ഷേ ഇത്തരം സ്ട്രാറ്റജീസ് നമുക്ക് സെല്ലിംഗ് സ്ട്രാറ്റജീസിന് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെ നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നോക്കാം. നോക്കൂ, BPCL നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടത് എന്താണ്, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് സ്ട്രാങ്കിൾ തന്നെയായിരിക്കും. കാരണം 2 ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട്, അപ്പോൾ എന്തുകൊണ്ടാണ് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത് വെച്ചാൽ കാണിച്ചു തരാം. നോക്കൂ, നിങ്ങളൊന്നും പ്രത്യേകിച്ച് നിങ്ങളായിട്ടൊന്നും ബിൽഡ് ചെയ്യാൻ നിൽക്കണ്ട. അനാലിസിസ് കൊടുക്കുക, അനാലിസിസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നോൺ ഡയറക്ഷണൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഷോർട്ട് സ്ട്രാങ്കിൾ കണ്ടോ, ഷോർട്ട് സ്ട്രാങ്കിളിൽ തന്നെ 10 സ്ട്രാറ്റജീസ് ഉണ്ട്. ഷോർട്ട് സ്ട്രാങ്കിളിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും അധികം പ്രോഫിറ്റ് വരാൻ സാധ്യതയുള്ള 24,000 പ്രോഫിറ്റ് കിട്ടാനൊരു സ്ട്രാറ്റജി ഉണ്ട്, 18,000 കിട്ടാനുണ്ട്, 12,000 കിട്ടാൻ സാധ്യതയുണ്ട്, 9,000 കിട്ടാനുള്ള സാധ്യതയുണ്ട്, 6,000, 4,000. അങ്ങനെ ഏറ്റവും ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ വെറും 900 rupeesലും ലാഭം ലഭിക്കാൻ സാധ്യതയുള്ള സ്ട്രാറ്റജി ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെഡിമെയ്ഡ് സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഏറ്റവും ടോപ്പായിട്ടുള്ള മാക്സിമം പ്രോഫിറ്റ് ഇത് കാണിക്കുന്നത് 24,000 കാണിക്കുന്നു, ഇതിൽ പോവരുത്. അതേമാതിരി ഏറ്റവും ലോയിലേക്ക് പോകണോ അതും പോകരുത്. ഒരു മിഡ് റേഞ്ച്, നമുക്കിപ്പോൾ 24 മാക്സിമം കാണിക്കുന്നെങ്കിൽ നമുക്കൊരു 9,000 rupees റീസണബിൾ ആയിട്ട് നമുക്ക്, കാരണം ഇത് ഓൾറെഡി മാസത്തിൻ്റെ പകുതിയിൽ നിൽക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത പകുതിയിലേക്ക് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇനി ഒരു പകുതി കൂടെ മാത്രമേ ഉള്ളൂ. സോ ഇത് എന്തുകൊണ്ട് നമ്മൾക്ക് റീസണബിളി നമുക്ക് പ്രോഫിറ്റ് ലഭിക്കണം, എന്നാൽ നമുക്ക് റിസ്ക് കുറവാകുകയും വേണം. അതെന്തുകൊണ്ടാണ് അത് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇൻ ബിൽഡറിൽ പോയി കഴിഞ്ഞാൽ പേ ഓഫ് ഗ്രാഫ് നമുക്ക് നോക്കാം. പേ ഓഫ് ഗ്രാഫ് നോക്കൂ, ഇങ്ങനെ കാണിക്കുന്നു. അതായത് പ്രൈസ് നിൽക്കുന്ന ഈ സെൻട്രലിലുള്ള ഈ ഒരു നീല ലൈനാണ്. ഇവിടെയാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് സപ്പോസ് പ്രൈസ് മുകളിലേക്ക് കയറിപ്പോയി എന്ന് വെച്ചോളൂ, എത്ര പെർസെൻറ്റേജ്, 6% മുകളിലേക്ക് ഇനി വരും ദിവസങ്ങളിൽ 6% അപ്സൈഡ് പോവുകയോ അതോ ഏതാണ്ട് അതേമാതിരി 7% താഴ്പോട്ടേക്ക് വരികയോ ചെയ്ത് ഇതിനുള്ളിൽ എവിടെയെങ്കിലും ആണ് ഈ മാസം എക്സ്പയർ ആകുന്നെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഫുൾ 9,000 rupeesഉം നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണ്, വെറും 1,09,000 രൂപ റിക്വയർമെൻറ്റ് ക്യാപിറ്റൽ ഉള്ളൂ. അതിന് നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ എത്രയാണ്, 8.3%. അതായത് 9,000 നമ്മൾ കാണുമ്പോൾ 24,000 ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് അത് മിസ് ചെയ്തു? അത് എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ നോക്കൂ, ഇതിൻ്റെ റേഞ്ച് ഇത് 8% എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അപ്സൈഡ് 6%, ഡൗൺ സൈഡ് 8%. ഇത് ഈ പറയുന്ന 9,000 പ്രോഫിറ്റ് പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഈവൻ വീണ്ടും
ആക്ച്വൽ ബ്രേക്ക് ഈവൻ എത്രയാണ്? അപ്സൈഡ് വീണ്ടും 7%, 7.25% മുകളിലേക്ക് പോയാലും നമ്മൾ ഒരു പക്ഷേ ഇതിന് ഇവിടെയാണ് എക്സ്പയർ ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് 9,000 പകരം നമുക്ക് എത്ര കിട്ടത്തുള്ളൂ? അറൗണ്ട് ഒരു 5,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോഴും നമ്മൾ ലോസിൽ പോവില്ല. അതേമാതിരി താഴ്പോട്ടേക്കും. അപ്പോൾ ഈ ഒരു റേഞ്ച്, മാക്സിമം റേഞ്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കിട്ടുന്നത്. പക്ഷേ ഇതേ സ്ഥാനത്ത് നമ്മൾ ഇതേ 24,000 ആണ് നിങ്ങൾ പ്രോഫിറ്റ് പ്രോബബിലിറ്റി 24,000 നോൺ ഡയറക്ഷണലിൽ പോയിട്ട് ഷോർട്ട് സ്ട്രാങ്കിൾ അതിൽ 24,000 പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ നോക്കൂ, അതിൻ്റെ റേഞ്ച് നോക്കൂ, വളരെ കുറഞ്ഞ എത്രയാണ്? അപ്സൈഡിലേക്ക് വെറും ഇനി ഒരു 1% പോലും നമുക്ക് സാധ്യതയില്ല. അപ്സൈഡിലേക്ക് 1% പോലും, ഓൾമോസ്റ്റ് 1% മുകളിലേക്കും, താഴ്പോട്ടേക്ക് നോക്കൂ ഒരു 2%. ഈ 2 ഗ്യാപ്പിൻ്റെ ഇടയിലും, കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഏത് നിമിഷം വേണമെങ്കിലും പ്രൈസ് എന്ത് സംഭവിക്കാം? ഇതിന് പുറത്തേക്ക് ചാടാം. നമുക്ക് ഈ സ്ലോപ്പിലേക്ക് വരണം എന്നല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, നമുക്ക് ഇതിനുള്ളിൽ നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ലോവസ്റ്റിലും പോകണ്ട, ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റിലേക്കും പോകണ്ട, ഒരു മിഡ് റേഞ്ചിൽ നമ്മളിപ്പോൾ നേരത്തെ നോക്കിയതിൽ അറൗണ്ട് 9,000 റുപ്പീസ് വരുന്നൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ സ്ട്രാറ്റജി ബിൽഡറിൽ പോവുക, സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, പേര് ഇതാ നോക്കൂ, BPCL ഭാരത് പെട്രോളിയം സെലക്ട് ചെയ്തു. ഭാരത് പെട്രോളിയം സെലക്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയാം, അത് വെറും ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്, എഡ്യൂക്കേഷണൽ പർപ്പസിലേക്ക് വേണ്ടിയിട്ടാണ്. ദിസ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇതേമാതിരി 1-2 എണ്ണം കൂടെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്തും തരാൻ വേണ്ടി പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സാർ ഇത് പറഞ്ഞതെന്ന് മാത്രമല്ല എന്തുകൊണ്ട് ഡിപ്ലോയ് ചെയ്ത് കാണിച്ചു തന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ നോക്കണം? ഈസി ആയിട്ട് സ്ട്രാറ്റജിയിൽ പോവാം. നമ്മൾ ഏത് സ്റ്റോക്കിന് അതിന് മുന്നേ നമ്മൾ ഫൈൻഡ് ഔട്ടൊക്കെ ചെയ്ത് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് 7% എന്ന് പറഞ്ഞാൽ ഇതുവരെ നോക്കൂ, ഓൾമോസ്റ്റ് ഈ ഒരു ഹൈ വരെ പ്രൈസ് മുകളിലേക്കോ, അതേമാതിരി 7% എന്ന് പറയുന്നത് ഏതാണ്ട് ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ചിൽ നിന്നും ഏതാണ്ട് ഈ ഒരു റേഞ്ച് വരെ 8-9%, ഈ ഒരു റേഞ്ച് വരെ താഴ്പോട്ടേക്കോ, ഇതിനുള്ളിൽ പ്രൈസ് ഈ ഒരു മാസം ഇനി ഈ ഒരു പ്രൈസ് ഇതിനുള്ളിൽ, കാരണം ഇതിൻ്റെ ആസ്പെക്റ്റ് നോക്കിയാൽ ഇതിനുള്ളിൽ എങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് എക്സ്പയർ ആയാലും നമ്മൾക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എന്തായിരിക്കും കൂടുതൽ? ഈ പറയുന്ന അറൗണ്ട് ഒരു 9,000 റുപ്പീസ് നമ്മൾ 9,085 എന്ന് പറയുന്ന സാധ്യത നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു മാസത്തിൽ ഒരു ട്രേഡ് റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാണ്? 1,09,000. പക്ഷെ നിങ്ങൾ കുറഞ്ഞത് 2 ലക്ഷം രൂപ എപ്പോഴും കരുതി വെക്കുക. എന്തിനാണ്? അഡീഷണലി ആ കാശ് മിച്ചം ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് എന്ത് സേഫ്റ്റിയാണ്, എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നൊക്കെ നമുക്ക് ഇനിയൊരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക. ഇതിനെ എങ്ങനെ ഞാനിത് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ നിന്ന് കൊടുക്കുക. കാരണം ചില സമയങ്ങളിൽ നമുക്ക് സ്ട്രൈക്സ് ലഭിക്കാൻ സാധ്യത കുറവായിരിക്കും. അതിനോടൊപ്പം ഒരു അഡീഷണൽ ചെക്കും കൂടെ കൊടുക്കുക. കോൾ സൈഡിൽ 325 എന്ന് പറയുന്ന കോൾ സൈഡ് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത്. ഇതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് അവൈലബിൾ ആണോ നോക്കുക. ഇവിടെ 0 എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്ട്രൈക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വരും. നോക്കൂ, ഇത് നോക്കൂ, LTP ഉണ്ട്, OAയും അവൈലബിൾ ആണ്. ഓക്കെ, ഇത് നമുക്ക് ലഭിക്കും. അടുത്തത് പുട്ട് സൈഡിൽ നോക്കൂ, 285 ആണ്. 285 എന്ത് ചെയ്യുക? 285 ഉണ്ടോ എന്ന് നോക്കുക. 285 യെസ്, പുട്ട് സൈഡിൽ 285ഉം അവൈലബിൾ ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുക. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. കണ്ടോ, ധന്നിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ഇനിയിപ്പോൾ നേരെ നിങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വേറെ പ്ലാറ്റ്ഫോം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നേരെ ബാസ്ക്കറ്റിൽ പോവുക, അവിടെ കൊണ്ടുപോയി ഓർഡർ ഡിപ്ലോയ് ചെയ്യുക, ഓരോന്ന് സെലക്ട് ചെയ്യുക. ഇതൊന്നും വേണ്ട, സ്ട്രെയിറ്റ് അവേ ബിൽഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് നോക്കൂ, 67% നമുക്ക് സാധ്യത കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമായിട്ടുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്ട്രാറ്റജി ലിമിറ്റിന് പകരം നമ്മൾ മാർക്കറ്റ് കൊടുത്ത് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് കൊടുത്താൽ ഞാൻ എക്സിക്യൂട്ട് കൊടുത്തു, 2 ഓർഡറും എക്സിക്യൂട്ടായി. നോക്കൂ, എക്സിക്യൂട്ട് സക്സസ്ഫുള്ളി. നോക്കൂ, ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കാണണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ എന്ന് പറയുന്ന ഈ പൊസിഷനിൽ പോയിട്ട് P&Lന് പകരം ബൈ അണ്ടർലൈങ് എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ കറൻ്റ്ലി കിടക്കുന്ന പൊസിഷൻസ് രണ്ടിനെയും നമുക്ക് എന്തായിട്ട് കാണും? സ്പ്ലിറ്റ് ചെയ്ത് കാണും. നമ്മളിപ്പോൾ പുതുതായിട്ട് എടുത്ത BPCL നോക്കൂ, 325ഉം 285 രണ്ടും എക്സിക്യൂട്ടായി. 2 ലെഗും ഇവിടെ കിടപ്പുണ്ട്. ഓരോ ക്വാണ്ടിറ്റി എത്രയാണ്? 1975 ക്വാണ്ടിറ്റിയാണ് രണ്ടും ഉള്ളത്. ആവറേജ് പ്രൈസ്, സെല്ല് ചെയ്ത പ്രൈസ് എത്രയാണ്? ₹2.80, ₹1.75. ഇപ്പോൾ അതേ പ്രൈസ് തന്നെ നിൽക്കണം, 0 നിൽക്കുന്നു. ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇനി വേറൊരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിലോ, നമുക്ക് അതേ കല്യാൺ ജ്വല്ലേഴ്സ് നോക്കിയാൽ
കല്യാൺ ജ്വല്ലേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ആ കല്യാൺ ജ്വല്ലേഴ്സിന് പക്ഷേ എന്താണ് ആവറേജ് ട്രൂ റേഞ്ച് ഒരിക്കലും ഒരു ഏതാണ്ട് ഇതും അത്യാവശ്യം നോക്കൂ. ആവറേജ് ട്രൂ റേഞ്ച് ഇതിലിപ്പോൾ എത്രയാണ്? 12%. ഈ ഒരു മാസം തന്നെ ഇത് ഏതാണ്ട് 12%. ടോട്ടലി നോക്കുകയാണെങ്കിൽ എത്ര താഴെ മുകളിലുമായിട്ട് പോവുകയാണെങ്കിൽ ഏതാണ്ട് 27% അപ്പ് ആൻഡ് ഡൗൺ പോയിരിക്കുകയാണ്. സോ ദിസ് ഈസ് നോട്ട് ഒരു മാക്സിമം ഒരു മാസത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 15% അപ്പ് ആൻഡ് ഡൗണും നിൽക്കുന്ന സ്റ്റോക്സിനെ വേണം നമ്മൾ കൂടുതലായിട്ടും ചൂസ് ചെയ്യാൻ. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ്. അപ്പോൾ വേറൊരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. വേറൊരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡെറിവേറ്റീവ്സിലുള്ളതാണെങ്കിൽ കുറച്ചും കൂടി ലിക്വിഡിറ്റിയും കൂടെ കൂടുതലുള്ളതും കൂടെ നമ്മൾ നോക്കണം. എപ്പോഴും ലിക്വിഡിറ്റി കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡീകേ വരാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. സോ ലിക്വിഡിറ്റി കൂടിയ സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കുറച്ചുകൂടെ നല്ല ഹൈ ഡിമാൻഡുള്ള സ്റ്റോക്സ്, ഹൈ ട്രേഡ് വോള്യൂം നടക്കുന്ന സ്റ്റോക്സ് നമുക്ക് നോക്കാം. ഹൈ ട്രേഡ് വോള്യൂം നടക്കുന്ന സ്റ്റോക്സ് നോക്കണമെങ്കിൽ എന്ത് വേണം? ഹോമിലേക്ക് പോവാം. ഹോമിലേക്ക് പോയിട്ട് നമുക്കിവിടെ നമുക്ക് ടോപ്പ് വോള്യൂം ഇത് വ്യൂ ഓൾ കൊടുക്കുക. ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ബൈ വോള്യൂം എന്ന് കാണും. ഇവിടെ ബൈ വാല്യൂ, ബൈ വോള്യൂത്തിൽ വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് അത് ഫ്യൂച്ചേഴ്സിൽ ആദ്യം പോവാം. ഫ്യൂച്ചേഴ്സിൽ പോയിട്ട് ടോപ്പ് വോള്യൂം കൊടുക്കുക. ഫ്യൂച്ചേഴ്സിൽ ടോപ്പ് വോള്യൂം കൊടുത്തിട്ട് അതിൽ നമുക്ക് ഇതിലേത് സ്റ്റോക്ക് എടുത്താലും നമുക്ക് എന്ത് ഉണ്ടാവും? അതിൻ്റെ ഓപ്ഷൻസും ഉണ്ടാവും. അറിയാമല്ലോ, ഫ്യൂച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കമ്മോഡിറ്റീസിൽ മാത്രമേ അതിൻ്റെ എക്സെപ്ഷൻസ് ഉള്ളൂ. ചിലതിൽ ഫ്യൂച്ചേഴ്സ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ, ഓപ്ഷൻസ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഫോർ കമ്മോഡിറ്റീസ്. പക്ഷേ ഈക്വിറ്റീസിലുള്ള ഏതൊക്കെ ഫ്യൂച്ചേഴ്സ് ഉണ്ടോ അതിലൊക്കെ എന്തുണ്ടാവും? ഓപ്ഷൻസും ഉണ്ടാവും. അതിൽ നമ്മൾ ഏതാ എടുക്കുന്നത്? ടോപ്പ് വോള്യൂം സെലക്ട് ചെയ്യുക. ടോപ്പ് വോള്യൂം സെലക്ട് ചെയ്തിട്ട് അതിൽ ഇപ്പോൾ ചേഞ്ച് നോക്കൂ. നമുക്കിപ്പോൾ വേണ്ടുന്നത് മന്ത്ലി ചേഞ്ചാണ്. ഇതിപ്പോൾ മന്ത്ലി ചേഞ്ചിൽ ഇതുവരെ നോക്കൂ ചേഞ്ച് പോയിൻറ്റ്സ്. അത് നിഫ്റ്റി, അത് ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ്. നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഇതിലിപ്പോൾ ഉള്ളതിൽ സൈഡ് വേസിൽ പോകാൻ സാധ്യതയുണ്ട്. ഏതാണെന്ന് നോക്കുക. അതിപ്പോൾ നോക്കുമ്പോൾ ഓരോ ചുമ്മാ ജസ്റ്റ് ഏത് സ്റ്റോക്ക് വേണമെങ്കിലും നമുക്ക് നോക്കാം. ഇപ്പോൾ സോളാർ LNT നോക്കൂ. LT കാരണം എന്തുകൊണ്ടാണ്? അത് വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. അപ്പോൾ നോക്കൂ LNT വന്നു. LNT സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ LNTയുടെ നോക്കൂ ഇവിടെ ഇപ്പോൾ എന്താ കാണുന്നത്? ഓൾമോസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ഐ വ്യൂവിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ? അതിൻ്റെ ഇത് മന്ത്ലി ചാർട്ടാണ്. ഒരു മാസം പ്രീവിയസ് മന്ത്, കറണ്ട് മന്ത്, ഇത് കറണ്ട് മന്ത് ഇത്രയും താഴ്ന്നു. ഇനി എന്താ സംഭവിക്കാൻ സാധ്യത? ഇനി ഇവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് പോകാനും വീണ്ടും തിരിച്ച് താഴ്പോട്ടേക്ക് വരാനും ഇങ്ങനെ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ഇനി ആകെ ഒരു 14 ദിവസം കൂടെ ഉള്ളൂ, 14-20 ദിവസമേ ഉള്ളൂ. നമുക്ക് എന്താണ് എക്സ്പയറിയിലേക്ക് പോകും. ഹോൾ ഡേ ഇൻക്ലൂഡിങ് ട്രേഡിംഗ് ഡേ ഉൾപ്പെടെ അല്ലേ. ഇപ്പോൾ ജൂലൈ 9th നിൽക്കുകയാണ്. ജൂലൈ 30th ഇനി 20 ഡേയ്സ് മാക്സിമം. അപ്പോൾ ഈ 20 ഡേയ്സിനുള്ളിൽ പ്രൈസ് വീണ്ടും ഇനി ഒന്ന് മുകളിലേക്കോ വീണ്ടും ഇനി കുറച്ചും കൂടി താഴ്പോട്ടേക്ക് ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക്, അപ്പോൾ ഏതാണ്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എല്ലാ മാസവും ഏതാണ്ട് ഇതേ റേഞ്ചിൽ തന്നെയാണ് മുന്നോട്ടും പിന്നോട്ടും ആണെങ്കിൽ ഇതേ ഹെവി ആയിട്ട്. കാരണം LNT പോലുള്ളത് മാർക്കറ്റ് ക്യാപ്പ് വലുതാകും തോറും എന്ത് സംഭവിക്കുന്നു? അത് പെട്ടെന്ന് വലിയൊരു സ്പൈക്ക് മുകളിലേക്കോ വലിയൊരു സ്പൈക്ക് താഴ്പോട്ടേക്കോ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. എപ്പോഴും ഒരു റേഞ്ചിനുള്ളിലായിരിക്കും അത് ട്രേഡ് ചെയ്യപ്പെടുക. ഓരോ മന്ത് വൈസ് നോക്കുമ്പോൾ ചെറിയൊരു രീതിയിൽ അപ്പ് സൈഡോ ചെറിയൊരു രീതിയിൽ ഡൗൺ സൈഡോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ബട്ട് ഓവറോൾ നോക്കുമ്പോൾ അതൊരു ഹ്യൂജ് അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കത്തില്ല. അപ്പോൾ നമുക്ക് സ്ട്രാങ്കിൾ പോലുള്ള അല്ലെങ്കിൽ സ്ട്രാഡൽ പോലുള്ള സ്ട്രാറ്റജീസ് നമുക്ക് റിക്വയർഡ് എന്താണ്? വലിയ രീതിയിൽ മുന്നോട്ടോ വലിയ രീതിയിൽ പിന്നോട്ടോ പോകാൻ പാടില്ല. മുന്നോട്ടോ പിന്നോട്ടോ പോയിക്കൊണ്ടേ ഇരിക്കുകയും വേണം. എന്നാൽ അത് ഒരു റേഞ്ചിനുള്ളിലാകുകയും വേണം. വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടുന്നുണ്ടെങ്കിലും ഓരോ പോയിന്റും ഏത് വീഡിയോ എടുത്താലും അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അത് ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടുന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്ത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. നമുക്ക് LNTയിൽ ഒരു പൊസിഷൻ എടുത്ത് വെച്ച് നോക്കിയാൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ലാർസൻ ആൻഡ് ടർബോ എന്ന് നോക്കിയപ്പോൾ അതായത് വന്നു. LNT പോലുള്ള ഇതിലെങ്ങനെ ഇത് വീണ്ടും നമ്മൾ സ്ട്രാറ്റജി ബിൽഡറിൽ പോയിട്ട് ഇവിടെ സെർച്ച് ബട്ടണിൽ പോയിട്ട് നമുക്ക് ഇക്വിറ്റിയുടെ പേര് കൊടുക്കുമ്പോൾ അവിടെ വന്നു ലാർസൻ ആൻഡ് ടർബോ വന്നു. അനാലിസിസ് പോവുക, പോപ്പുലർ സ്ട്രാറ്റജി സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ നോൺ ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുക. പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു ആക്റ്റീവ് ട്രേഡർ അല്ല. നമ്മൾ ജസ്റ്റ് അതൊരു ഡിപ്ലോയ് ചെയ്യുന്നു. നമ്മൾ മന്ത് എൻഡോടുകൂടി നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കുന്നു. ഇതാണ് നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത്. സോ
ഷോർട്ട് സ്ട്രാങ്കിൾ സെലക്ട് ചെയ്യുക, നോൺ ഡയറക്ഷണലി പോവുക. അതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റ് 24 ഞാൻ പറഞ്ഞു, അത് നമുക്ക് വേണ്ട. ഏറ്റവും ലോവസ്റ്റ് എത്രയാണ്? 8,000 കാണിക്കുന്നു, അതും വേണ്ട. ഒരു മിഡ് റേഞ്ചിൽ നോക്കാം, ഒരു 13,000 അല്ലെങ്കിൽ അറൗണ്ട് 14,000 വരുന്നത് റീസണബിളി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പേ ഓഫ് ഗ്രാഫ് നോക്കൂ. റൈറ്റ് സൈഡ് ഇനി മുകളിലേക്ക് അത് കയറുകയാണെങ്കിൽ 2.3% അപ്സൈഡ്, ഡൗണിലേക്കാണെങ്കിൽ 3%. അതായത് ചാർട്ടിൽ നിന്നും നമ്മൾ ഇനി ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്നും മുകളിലേക്ക് ഏതാണ്ട് ഇതുവരെ മുകളിലേക്ക് വരുന്നാലോ അതേമാതിരി ഇതുവരെ താഴ്പോട്ടേക്ക് വന്നാലോ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഓക്കെയാണ്. കുറച്ചും കൂടി നമുക്ക് സേഫർ വേണം, ഇത്രയും പ്രോഫിറ്റ് നമുക്ക് വേണ്ട. ഇത് 10% പ്രോഫിറ്റാണ്. 10 വേണമെന്നില്ല, നമുക്ക് 7% റേഞ്ചിൽ വന്നാൽ തന്നെ മതി കുറച്ച്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കണം? നമുക്ക് മാക്സിമം നമ്മൾ പ്രോഫിറ്റിൽ അവസാനിക്കണം, അവിടെ പോയി റിസ്ക് വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും ഒരിക്കൽ കൂടെ ഇതിൽ പോവുക കുറച്ചും കൂടി. ഇപ്പോൾ 13,000 പകരം 11,000 ഒരു 9,000 നമുക്ക് നോക്കാം. അപ്പോൾ എത്ര ശതമാനം നമുക്ക് മുകളിലേക്കും താഴേക്കും പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളത്. അതായത് ഇവിടെ നോക്കൂ, ഇതിപ്പോൾ 3.2% അപ്സൈഡ്, അതേമാതിരി 4%. എന്തുകൊണ്ടാണ് ഇത് 3ഉം 4ഉം ആയി മാറിയത്? നേരത്തെ അത് 8ഉം 7ഉം 8ഉം ആയിരുന്നു. കാരണം LNT പോലുള്ള സാധനം 1% മുകളിലേക്ക് കയറണമെങ്കിലോ മുകളിലേക്കോ താഴ്പോട്ടേക്കോ കയറുകയോ ഇറങ്ങുകയോ ചെയ്യണമെങ്കിൽ LNTയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണെന്നറിയോ? 5,50,000 രൂപയാണ്. അതായത് 5 ലക്ഷം കോടി രൂപ, 5-5.5 ലക്ഷം കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. 5.5 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ പോട്ടെ, 5 ലക്ഷം കോടിയാണെങ്കിൽ അതിൻ്റെ 1% എത്രയാണ്? 5,000 കോടി രൂപ അല്ലേ? ഏതാണ്ട് 5,000 കോടി രൂപ നിക്ഷേപം ബൈ സൈഡിലേക്ക് പോയാൽ മാത്രമേ 1% മുകളിലേക്ക് വരാനോ അല്ലെങ്കിൽ സെല്ല് ചെയ്താൽ മാത്രമേ 1% താഴ്പോട്ടേക്ക് വരാനോ സാധ്യതയുണ്ടോ. അപ്പോൾ അത്രയും മാത്രമേ, അങ്ങനെയാണെങ്കിൽ 2-3% ആകുമ്പോൾ എത്രയായി? ഏതാണ്ട് 10-20,000 കോടി രൂപ മുടക്കിയാൽ മാത്രമേ അത് ഇതിൻ്റെ പുറത്ത് വീണ്ടും അഡീഷണൽ ഇൻപുട്ട് സെൽ സൈഡിലോ ബൈ സൈഡിലോ വന്നാൽ മാത്രമേ പ്രൈസിന് അത്രമാത്രം വേരിയേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പ്രൊട്ടക്ഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3-3.5% അപ്സൈഡിലും അതേപോലെ 4-4.5% താഴ്പോട്ടേക്ക് വന്നാലും അതിനുള്ളിൽ എക്സ്പയർ ആയാൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റിൻ്റെ പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ തന്നെ എന്നാൽ പോലും ഇതിൻ്റെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് 1,20,000 രൂപ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വേണം. പക്ഷെ നമുക്ക് ലാഭമാണെങ്കിലോ നമുക്ക് 7 to 8 ഓൾമോസ്റ്റ് 7.9%. അതായത് ഇനി വരുന്ന ഒരു നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 1.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു 10-20 ദിവസത്തിനുള്ളിൽ 7% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന ഏത് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഏത് സംരംഭം ഉണ്ട് നിങ്ങൾക്ക് ഇത്രയും റിട്ടേൺ തരുന്നത്? 7%. പോട്ടെ 5%, 4% കിട്ടിയാൽ പോലും നമുക്ക് വലിയ പ്രോഫിറ്റ് അല്ലേ? അതും അപ്പോൾ അത് ആനം വൈസ് നിങ്ങൾ കണക്കൂട്ടി നോക്കൂ, പെർ ആനം ബേസ് കണക്കൂട്ടി നോക്കൂ. സോ ഈ രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കുക. അല്ല കിട്ടുന്നത് എനിക്ക് 9,000 കിട്ടുള്ളൂ എന്നല്ല ചിന്തിക്കേണ്ട, അതിൻ്റെ പെർസെൻറ്റേജ് നോക്കൂ. അറൗണ്ട് 8% നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി എല്ലാ ചിലവും പോയാൽ നിങ്ങൾക്കൊരു 7% കുറയാതെ നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദിസ് ഈസ് റിയലി ഗുഡ്, സേഫാണ്. നമ്മൾ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സൈഡിൽ ഒരു ജോലി നടക്കും. നിങ്ങളുടെ ക്യാപിറ്റൽ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് പാട്ടിട്ട് ജോലി ചെയ്തിട്ട് നിങ്ങൾക്കുള്ള കാശ് കയ്യിൽ തരും. നിങ്ങൾ എക്സ്ട്രാ എഫേർട്സ് ഒന്നും എടുക്കാതെ നിങ്ങൾക്ക് ആ കാശ് നിങ്ങൾക്ക് നല്ല ചൂടപ്പം പോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വരും. സോ ഇതാണ് സെല്ലിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതും എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യണം, വലിയ മാർക്കറ്റ് ക്യാപ്പ്, അതുമാത്രമല്ല മന്ത്ലി ക്യാൻഡിലിൽ പോയിട്ട് അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ്, ഹൈ വോളറ്റിലിറ്റി, ഓരോ മാസവും ഇറഗുലറായിട്ട് പോകുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്യരുത്. റെഗുലറായിട്ട് ഒരു അപ്രോക്സിമേറ്റ് റേഞ്ച്, ആവറേജ് ട്രൂ റേഞ്ച് ഏതാണ്ട് സമാനമായി പോകുന്ന സ്റ്റോക്സിനെ നോക്കി സെലക്ട് ചെയ്യുക. അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഉണ്ടെങ്കിൽ മാത്രം, ഡെറിവേറ്റീവ്സ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ മാത്രം അതിൽ വരിക. അത് മോസ്റ്റ് ലിക്വിഡ് സ്റ്റോക്ക് ആണോ നോക്കുക. അതെല്ലാം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് ഇവിടെ പ്രൈസ് എന്തിൽ കൊടുക്കുക, നിങ്ങൾ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. രണ്ടും നോക്കൂ, സെല്ലാണ്. എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ രണ്ടും എക്സിക്യൂട്ടായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുക മാത്രമല്ല, 2 ഓർഡറും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. ഒന്ന് നോക്കൂ, BPCL ഞാൻ പറഞ്ഞു, ഇപ്പോഴും 0-0 നോക്കൂ. ഇവിടെ 2 ലെഗ്, ഒന്ന് പ്ലസിലും വന്നു, ഇനിയൊന്ന് മൈനസിലും വന്നു. പക്ഷേ രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് നോക്കൂ, 0-ൽ നിൽക്കുന്നു. ഇത് ഒരിക്കലും പിന്നെ ഒരു കാര്യം, സെല്ലിംഗ് സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്ത് ഇന്ന് നിങ്ങൾ ഡിപ്ലോയ് ചെയ്താൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ലാഭം വരുമെന്ന് വിചാരിക്കുകയോ ചെയ്യരുത്. പതുക്കെ മാത്രമേ പ്രോഫിറ്റിലേക്ക് വരത്തുള്ളൂ.
ഇത് ഈ പേഷ്യൻസ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം. പലർക്കും പെട്ടെന്ന് ഉണ്ടാകുന്നൊരു ധാരണ ഉണ്ടാകും, നമുക്ക് ഇപ്പോൾ LNT നമ്മളിത് എക്സിക്യൂട്ട് ചെയ്തേ ഉള്ളൂ, അപ്പോഴേക്കും നമ്മൾ ലോസാണ് കാണിക്കുന്നത്. ഇത് ഒരാഴ്ചയോ മന്തിൻ്റെ സ്റ്റാർട്ടിൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനീഷ്യൽ ആദ്യത്തെ ആഴ്ചയോ ഒരു 10 ദിവസത്തേക്കുള്ളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ലോസ് ആയിരിക്കും കാണുക. പക്ഷേ അത് നോക്കേണ്ട കാര്യമില്ല. മെല്ലെ 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 നിങ്ങൾ പതുക്കെ നിങ്ങൾ പ്രോഫിറ്റിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റിലേക്ക് എത്താനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ഞാൻ ഈ പറഞ്ഞു തന്ന പ്രോസസ് ഫ്ലോ അനുസരിച്ച് ഒരിക്കലും 100% നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാമെന്ന് ഞാൻ ഒരിക്കലും വാക്ക് തരില്ല. പക്ഷേ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. ഓക്കെ, ഫോളോ ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക. കാശ് എന്തേലും വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള നല്ല കാര്യമാണ് ഇതെന്നുള്ള ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, മുന്നോട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഇത് ചെയ്യൂ. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.